Okay, all of you mark your attendance. Mark your attendance. Okay, ആദ്യം അറ്റൻഡൻസ് ചെയ്തവർ ഒന്നുകൂടി മാർക്ക് ചെയ്യണം കേട്ടോ. അറ്റൻഡൻസ് മാർക്ക് ചെയ്തവര്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എക്സാമിനേക്ക് നമുക്ക് അത്ര മതിയല്ലേ? ഏകദേശം ഒരു ഹാഫോളായി നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നുകൂടി വായിക്കാം അല്ലേ? ഓക്കെ. Okay, all of you mark your attendance. അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുവരെ മതി നമുക്കല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നുകൂടി ഓർമ്മിക്കാം. എല്ലാവർക്കും അറിയോ വായിക്കാൻ പാഠഭാഗം? അറിയോ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഇതുവരെ? സ്വരാക്ഷരങ്ങൾ കുറെ അക്ഷരങ്ങൾ പറയാൻ പഠിച്ചിട്ടുണ്ടല്ലേ ഓൾറെഡി നമ്മള്? ഉണ്ടോ? കുറച്ച് അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. സ്വരാക്ഷരമല്ല അല്ലേ? ഇതുവരെയില്ലല്ലോ, ഒന്ന് ഓർത്ത് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എടുത്തോ മക്കളെല്ലാവരും? അപ്പൊ ഫസ്റ്റ് മുതൽ നമുക്ക് നോക്കാം അല്ലെ? നമ്മൾ ആദ്യം ഏതാ പഠിച്ചേ ബുക്കില്? everyone take your textbook. Okay, all of you listen. ഇവിടെ ശ്രദ്ധിക്കാത്തവരൊക്കെ ഉണ്ടോ? ഉണ്ടോ യാൻദേവേ? ഇല്ല അല്ലേ? ഇവിടെ തന്നെയാ ശ്രദ്ധിക്കുന്നത്. അപ്പോ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ഫസ്റ്റ് പേജ് നമ്പർ 3 അല്ലേ? പേജ് നമ്പർ 3 നമ്മൾ എന്താ പഠിച്ചത്? എടുത്ത എല്ലാവരും പേജ് നമ്പർ 3 എടുത്തോ? അത് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? അമ്മ. അമ്മേനെ പറ്റിയൊക്കെ പഠിച്ചു. അമ്മയെ പറ്റിയുള്ള ഒരു പാട്ട് പഠിച്ചു അല്ലേ? എന്താണ് അമ്മയെ പറ്റിയുള്ള പാട്ട്? ആരാ പാടുന്നേ നോക്കട്ടെ. ഓക്കെ, യാൻദേവ് പാടിക്കോ. യാൻദേവ് നമുക്ക് താഴെ മുകളിൽ തുടങ്ങാം. യാൻദേവേ, എന്താണ് അമ്മയെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്? അമ്മയുടെ പോലെ മലയാളം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ പഠിച്ചിട്ടുണ്ടല്ലേ? അമ്മ അമ്മ പോലെ മലയാളം. ആന 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 കേറാമല ആകാശം അല്ലേ? നമ്മുടെ അമ്മയെ പറ്റിയും ആകാശത്തെ പറ്റിയും പഠിച്ചു അല്ലേ? എന്ന അക്ഷരം നെക്സ്റ്റ് പേജിൽ എന്താ നോക്കിയേ? എന്ന അക്ഷരം അല്ല, വീടിനെ പറ്റി പാടാണ് അല്ലേ? അപ്പൊ അവിടെ അമ്മയെ പറ്റിയും ആകാശത്തെ പറ്റിയുള്ള ഒരു പോയിന്റ് നമ്മൾ അവിടെ പഠിച്ചു ഫസ്റ്റ് പേജിൽ. നെക്സ്റ്റ് ആരാണ് വീടിനെ കുറിച്ചുള്ള പാട്ട് പാടുന്നേ? വീട്. അടുത്ത ആളെ വിളിക്കാം, തനുസ്. ഓക്കെ, ഉറക്കെ ചൊല്ലിയ തനുസേ. എന്ത് നല്ല വീട്, ചന്തമുള്ള ചന്തമുള്ള വീട്. എന്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട് വീട്ടിൽ, ഭാവിയുണ്ട്, ഞാനുണ്ട് വീട്ടിൽ. ഓക്കെ, ഇനിയാ പാട്ട് നമ്മുടെ പാട്ട്. എന്തു നല്ല വീട് എന്റെ വീട്, ചന്തമുള്ള വീട് എന്റെ വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, മാവയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ അല്ലേ? അതായിരുന്നു നമ്മുടെ പാട്ട് അല്ലെ? രണ്ടാമത്തെ വീട് എന്ന പാട്ട്.
ഓക്കെ, നെക്സ്റ്റ് ആരൊക്കെയുണ്ട് വീട്ടിൽ നിന്നായിരുന്നു അടുത്ത പേജിൽ അല്ലേ? ആരൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലുള്ളത്? ഡിയോൺ പറഞ്ഞേ. നെക്സ്റ്റ് ഡിയോനെ വിളിക്കാം. ഓർഡറിലാണ് മിസ് വിളിക്കുന്നത് കേട്ടോ. ആ ഡിയോൺ. അച്ഛൻ, ആ അമ്മ, ആ ഉഷത്തൻ, ആ ഉഷത്തി, ശശി. ആ ചേട്ടൻ. ഓക്കെ, ചേച്ചി, ചേട്ടൻ, ബാവ. ഓ, അപ്പോ ഇനി നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നോക്കാം അല്ലെ? അടുത്ത പേജ് എടുത്തേ എല്ലാ മക്കളും? എടുത്തോ? ആ, ചങ്ങാതി അല്ലെ? ചിത്രത്തിൽ ആരെയൊക്കെ കാണുന്നേ? കുറെ ചങ്ങാതിമാരെ കാണുന്നുണ്ട്. അപ്പൊ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലെ? അപ്പൊ ചങ്ങാതിമാരെ പറ്റിയുള്ള ഒരു കഥയും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ കഥ കശ്യപേ? കശ്യപേ എനിക്കറിയില്ല. അറിയില്ലേ? അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ല. അറിയില്ല. കഥ അറിയില്ല? കഥ. അയ്യോ, കഥ ഞാൻ പഠിപ്പിച്ചത് പഠിച്ചില്ല. എന്നാ നെക്സ്റ്റ് വൈഷ്ണവിനോട് പറയാം. അടുത്ത ആളോട്. വൈഷ്ണവേ, എന്താ വൈഷ്ണവേ ആ കഥയിൽ പറഞ്ഞത്? പണ്ട് പണ്ട് ഒരിടത്ത് അവർ നന്നായി ചങ്ങാതിമാരായിരുന്നു. അവരെന്നും ഒരു കടയിൽ കുടുങ്ങായിരുന്നു. മണ്ട കിട്ടിയിട്ടില്ല. എന്നിട്ടോ വലയിൽ കുടുങ്ങിപ്പോയി. പേടണ്ട്. പോയി. ഒരു വലിയ കുടുങ്ങി. എനിക്ക് എന്ത് സംഭവിച്ചു? കൊണ്ടുവന്ന് വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ചങ്ങാതിമാര് നന്നാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? കണ്ണാടി വേണ്ട. അപ്പൊ സുഹൃത്തുക്കൾ നല്ലവരാണെങ്കിൽ ഏത് ആപത്തിൽ നിന്നും നമ്മളെ രക്ഷയ്ക്കെത്തുമല്ലേ അവര്? ഓ, നെക്സ്റ്റ് പേജിൽ എന്താ പഠിച്ചത് മക്കളെ? നമുക്ക് നോക്കാം അല്ലെ? അടുത്തത് മുഹമ്മദ് ഷഹല്. ഒന്ന് വായിച്ചേ ഷഹലെ. എന്തൊക്കെയായിരുന്നു? മിസ് ഓർഡറിലാണ് വിളിക്കുന്നത് കേട്ടോ ഓരോരാളെ. ഉറക്കെ വായിക്കേ. അച്ഛൻ, അമ്മ, അട, അല. ഓക്കെ, അത്രയാണ് അതിൽ പഠിച്ചത്. നെക്സ്റ്റ് അനുശ്രീ പാടിയ ആ പാട്ട്. അമ്പിളിനെ പറ്റി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മള്. അമ്പിളി കുഞ്ചിടിച്ചു കുഞ്ഞു അമ്പിളി ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അമ്പിളിനെ പറ്റിയുള്ള എന്തൊക്കെയായിരുന്നു ആ പേജിൽ പഠിച്ചത്? ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ മക്കള്. ആ എന്ന അക്ഷരമാണ് അവിടെ പഠിച്ചത്. എന്താണ് ആൻഡ്രിയ? ഒന്ന് ഉറക്കെ വായിച്ച ആൻഡ്രിയ അൽഫോൺസ്. ആ പേജിൽ നിന്ന് എന്തൊക്കെയാ നമ്മള് പഠിച്ചത്? വേഗം അൺമ്യൂട്ടി. അമ്മ, ആയല്ലേ? ആന,
നെക്സ്റ്റ് ആണി ആ ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എന്താ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാ? ആ ആന, ആ ആട്, ആ ആമ, ആണി, ആഹ. ഓക്കെ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്ന് പഠിച്ചു. ആമയ്ക്ക് കട്ടിയുള്ള പുറന്തോടുണ്ട്. ആട് ഒരു വീട്ടുമൃഗമാണ് എന്ന് പഠിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എന്താ ആഷ്നി പഠിച്ചേ? ആഷ്നി കുട്ടിക്ക് എന്ത് പറ്റി? നെക്സ്റ്റ് പേജ് എടുത്തേ ആഷ്നി കുട്ടി, ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ മിസ്സിനെ അവരൊക്കെ. ഈ ഈ എന്താ ആഷ്നി? ഈ ഇല. വേഗം അൺമ്യൂട്ട് ചെയ്ത് വായിച്ചടാ. നല്ല മോളല്ലേ, വേഗം വായിക്കും. ഈ ഇല, ഈ ഇല ആഷ്നി വായിക്കുന്നില്ല? അയ്യോ, നല്ല മോളല്ല. ഓക്കെ, നെക്സ്റ്റ് ആഷിൽ ദേവ് വായിച്ചേ മോനെ. എന്നാലത് ആഷ്നി കുട്ടി കരച്ചിലൊക്കെ നിർത്തട്ടെ. ആഷിൽ ദേവ് വായിച്ച. ഈ ഇല, ഈ ഇല ഇഞ്ചി. നെക്സ്റ്റ് ഇര, ഇറ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ പേജില്? ഇല, ഇമ, ഇഞ്ചി, ഇര, ഇറ അല്ലേ? അത്രയാണ് നമ്മൾ ആ പേജില് പഠിച്ചത്. ഓക്കെ, ഇലകൾക്ക് എന്ത് നിറം? പച്ച നിറം. ഇഞ്ചി അടുക്കളയിൽ കാണുന്നതാണ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ആ ഒരു പേജില്. നെക്സ്റ്റ് ഈ എന്നാണ് അടുത്ത അക്ഷരം. സ്വരാക്ഷരങ്ങളില് ഈ എന്ന അക്ഷരം. ദക്ഷിത് വായിച്ച. ദക്ഷിത ആ പേജ്. ദക്ഷിത് അടുത്തത് ഈച്ച. വായിക്കുന്നില്ലേ? ഈച്ച. ഈത്തപ്പഴം. ഈത്തപ്പഴം. പൂച്ചക്ക് നിറയുമോ? അപ്പൊ ഈച്ച, ഈറ്റ, ഈത്തപ്പഴം അല്ലെ? അത്രയാണ് നമ്മൾ ആ ഒരു പേജില് പഠിച്ചത്. നെക്സ്റ്റ് വൺ നിഹാര മനോജ് വായിച്ച അടുത്ത പേജ് എന്താ? ഊ അല്ലേ? ഉറുമ്പ്, ഉറി, ഉരൽ, ഉളി, ഉറ, ഉമി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. കർപ്പൂരം വരെ. അപ്പൊ ഉറുമ്പ്, ഉറി, ഉരൽ, ഉളി, ഉറ, ഉമി. ഇത്രയാണ് നമ്മൾ അതിൽ പഠിച്ചല്ലേ? ഉറുമ്പിനെ കണ്ടു, ഉരല് കണ്ടു, ഉറി കണ്ടു അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ് ഇവ തെരേസ? അടുത്ത പേജിൽ എന്താ ഇവ നമ്മൾ പഠിച്ചേ? ഊ എന്ന അക്ഷരം. വായിച്ചേ ഊല് സ്റ്റാർട്ട് ചെയ്യുന്ന പദങ്ങള്. ഊഞ്ഞാൽ. വായിച്ച് നോക്കിട്ടേ. ഊഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഊണ്, ഊത്ത്. മറന്നുപോയോ? ഊത്ത്, ഊമ, ഓക്കെ, വെരി ഗുഡ്. ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി.
അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഏതക്ഷര പഠിച്ചത്? ജൂഡ് ജേമോൻ. ജൂഡേ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതല്ലേ? ആ വായിച്ചോ, പറ്റി വായിച്ചോ, അൺമ്യൂട്ട് ചെയ്തു. ഇറ് പേജ് നമ്പർ എത്രയാ നോക്കിയില്ല? 15. ഇറ്. ആ ഋഷി, ഋതു, ഋണം, ഋഷഭം. വായിച്ച് പഠിച്ചില്ല. നെക്സ്റ്റ് അതിന്റെ താഴെ എന്താ? ആ ആ ഇ ഈ ഉ ഊ ഇർ. ഓ അത്രയും നമ്മൾ പഠിച്ചു അല്ലേ? ഋഷി, ഋതു, ഋണം, ഋഷഭം, ആ ആ ഇ ഈ ഉ ഊ ഇർ. ഓക്കെ. നെക്സ്റ്റ് ആലിയ. അടുത്ത ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് നമ്മള്. എന്താ ആലിയ അത്? വെയിലും മഴയും കുട്ടിന്റെ കല്യാണം കുട്ടിന്റെ കല്യാണത്തിന് വെയിലുണ്ടല്ലോ ചൂട്, മഴ കൊണ്ടല്ലേ മഴ ഉണ്ടല്ലോ ചൂട്. താറ്. ഓക്കെ. നെക്സ്റ്റ് എന്താ? ദർശിത് രതീഷേ. അടുത്ത എന്താ പാട്ട് പഠിച്ച നമ്മള്? ദർശിത്തേ. പൂത്തുമ്പി. പൂത്തുമ്പി ഉള്ളിറങ്ങും ചെറുതുമ്പി പറ. കാലത്തെ നേരം പള്ളിയുറക്കം കൊള്ളാമോ? ഓക്കെ, വെരി ഗുഡ്. പൂത്തുമ്പി പൂത്തുമ്പി പൂവിലുറങ്ങും ചെറുതുമ്പി കാലത്തെ നേരത്തെ കള്ളയുറക്കം കൊള്ളാമോ? ഓക്കെ. നെക്സ്റ്റ് പേജിൽ എന്താ പഠിച്ചത്? നിവേദിതേ. നിവേദിതേ എന്നാ അൺമ്യൂട്ട് ചെയ്തേ മോനെ. എന്താ നമ്മൾ പഠിച്ച അടുത്ത പേജില്? ഏ നിവേദിത പ്ലീസ് അൺമ്യൂട്ട് നിവേദിതേ. എ എലി, എലി, എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര. ഓക്കെ, എത്ര. ഓക്കെ. അപ്പൊ എ എലി, എരുമ, എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര അല്ലേ? നെക്സ്റ്റ് പേജിൽ എന്താ? ഏഞ്ചൽ മരിയ പ്രിൻസ്. അടുത്ത വായിച്ചേ മോളെ. ഏഞ്ചലെ. ഏഞ്ചൽ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഏഞ്ചല്. ഏഞ്ചൽ മരിയ. എലി, ഏണി. ഏണി, ഇത് ഏണി, ഏലം, ഏണി, ഏലം, ഏത്തപ്പഴം. പഠിച്ചില്ലേ? ഓക്കെ. ഓക്കെ. 7 ഏത്തം അതുകൂടി ഉണ്ടായിരുന്നു അല്ലെ? ആ നെക്സ്റ്റ് എന്താണ്? ജുവൽ സിജു. അവിടെ പോയി. നല്ല ഓർഡർ തെറ്റിയല്ലോ മക്കളെ.
Okay, Jewel Siju, please unmute. Jewel Siju Skaria. I. I ചേർക്കേ. എന്താണത്? ഐശ്വര്യം, ഐകമത്യം, മഹാബലം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ദക്ഷിണ പ്രിയേഷ്. അടുത്ത പേജിൽ എന്താ പഠിച്ചത് ദക്ഷിണ? കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞതാ, പറയാം പറയാം കുട്ടികളെ കഥകൾ പറഞ്ഞതാ. വീട്ടിലിരുന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞു തരാം. ഓക്കെ, വെരി ഗുഡ്. ദക്ഷിണ പനി മാറി ദക്ഷിണ. ഓ, നെക്സ്റ്റ് പേജിൽ എന്താ ഹിസ? ഹിസ, ഹിസ അൻവർ. എന്താ നമ്മള് പഠിച്ച അടുത്ത പേജില്? ഓ ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. ഓക്കെ, ഒട്ടകത്തിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകത്തെ വിശേഷിപ്പിക്കുന്നു പറഞ്ഞു. ഒച്ചി വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ജീവിയാണ്. ഒട്ടകപ്പക്ഷി പറക്കാൻ പറ്റാത്ത പക്ഷിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഒരുമ, ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ് അല്ലേ? നെക്സ്റ്റ് പേജിൽ എന്താണ്? അൻവി രതീഷ്. നെക്സ്റ്റ് പേജിൽ എന്താ അൻവി കുട്ടി? ഓ, ഓല, ഔഷധം, ഓണം. ഇങ്ങോട്ട് നോക്ക്. ഓമന. ഓണം പോലെയാണോ തിരുവാതിര? ഓക്കെ, വെരി ഗുഡ്. അഭിജിത്തെ, അഭിജിത്ത് ആ പേജിനെ ഒന്നുകൂടി വായിച്ച്. നമ്മൾ അതുവരെ എത്തിയതല്ലേ? ഓ, ഓ, ഓല, ഓമന, ഔഷധം, ഔഷധം. വെരി ഗുഡ്, ഔഷധം. ഓക്കെ, എല്ലാ മക്കളും വായിച്ചോ? അപ്പോ കുറച്ചുപേര് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വായിച്ചില്ല അല്ലെ? അപ്പൊ നമ്മൾ ഇതുവരെയാണ് പഠിച്ചത് അല്ലേ? ഇതുവരെ എന്ത് ചെയ്യണം മക്കളെല്ലാവരും നല്ലതുപോലെ വായിച്ചു പഠിക്കണം ആദ്യം മുതൽ അല്ലേ? ഏതൊക്കെ അക്ഷരം നമ്മളിപ്പോ പഠിച്ചേ പറയാൻ? പറഞ്ഞു നോക്കി എല്ലാവരും ഉറക്കെ. ഇ, ഉ, ഇർ, എ, ഐ, ഓ, ഔ, ഓ, ഔ അല്ലേ? ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. പറയാം അല്ലേ? സ്വരാക്ഷരങ്ങളെ പറഞ്ഞ് പഠിക്കണം കേട്ടോ മക്കള്. പിന്നെ ഏതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്? ഒന്ന് മിസ്സിനെ എഴുതി കാണിച്ചു. എത്ര അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് എഴുതാൻ? നമ്മൾ ഒന്ന് എഴുതി കാണിക്കോ മിസ്സിനെ? എഴുതി കാണിച്ചേ. ഏതൊക്കെയാ പഠിച്ചേ? ഏഞ്ചൽ മരിയ, ഏഞ്ചൽ മരിയ ഇവിടെ ഉണ്ട് അല്ലേ? വായിക്കാതെ അല്ലേ ഏഞ്ചലേ?
ഏഞ്ചലും കൂടി ആ ഓ എന്നുള്ള അക്ഷരം വായിക്കട്ടെ. ഓ. ആ പേജ് വായിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്ത്. ഓ ഓല. ഓല. ആ ആ ഔഷധം. ഔഷധം. ചിരിക്കാതെ പറ. ആ ഓണം. ഓണം പോലെ ഓക്കെ. ഓണം പോലെയാണോ തിരുവാതിര? ഓക്കെ. അപ്പൊ എല്ലാവരും സ്ലേറ്റ് എടുത്തോ? എഴുതി കാണിച്ചിരുന്ന മിസ്സിനെ. റാ എഴുതിയ റാ എങ്ങനെയാ റാ എഴുതുക? എവിടെ പോയി ഏഞ്ചൽ മരിയ? എവിടെ പോയി? ഏച്ചിക്കുട്ടീനെയാണല്ലോ ഇവിടെ കാണുന്നേ. എന്താ ഏഞ്ചല്? അല്ല ഓക്കെ ഓക്കെ വരും. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ എഴുതണ്ടേ? വാ. ആ വെരി ഗുഡ്. ദർശിത് രതീഷ് വെരി ഗുഡ്. നിവേദിത് വെരി ഗുഡ്. നെക്സ്റ്റ് ആരൊക്കെ എഴുതിയേ? നിവേദിത് വെരി ഗുഡ്. അടുത്താര എഴുതിയേ? വൈഷ്ണവ് വെരി ഗുഡ്. എല്ലാം എഴുതിയല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. അൻവി രതീഷ് വെരി ഗുഡ്. ആയും പഠിച്ചു. വെരി ഗുഡ്. നെക്സ്റ്റ് ആരൊക്കെയാ പഠിച്ചേ? മിസ് എഴുതി കാണിച്ചേ. റ ര ന ത പ വ സ ല ള ന മ. ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? എഴുതി എല്ലാവരും? ചില്ലക്ഷരങ്ങൾ പഠിച്ചോ മക്കളെ? പഠിച്ചോ? ചില്ലക്ഷരം പഠിച്ചോ ഇവ? ഓക്കെ. അത് ഞാൻ പഠിപ്പിച്ചോ? ഓക്കെ. ഇൻ ഇൽ ഇൻ ഇൽ ഇതെല്ലാം പഠിപ്പിച്ചോ? 5 എണ്ണോ? ഇല്ല. എത്രണ്ണം പഠിപ്പിച്ചു? ഇന്നാണോ പഠിപ്പിച്ചേ? ഓ ഇതല്ലേ ഇൻ ഇൽ ഇൻ. ഇനി ഇള്ള് മാത്രമേ പഠിക്കാനുള്ളൂ അല്ലേ? ഇള്ള് മാത്രം. ഓക്കെ. വെരി ഗുഡ് ദക്ഷിണ. ദക്ഷിണ എഴുതിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് അല്ലേ? നെക്സ്റ്റ് ആരാ? അഭിജിത്ത് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. വേറെ ആരാ എഴുതിയേ? വേറെ ഏത് മക്കളാ എഴുതിയ നോക്കട്ടെ. ഇവിടെ കശ്യപ് വെരി ഗുഡ്. പിന്നെ ആരാ എഴുതിയേ? നിഹാരൊന്നും എഴുതുന്നില്ല. നിഹാരക്കുട്ടി വേഗം എഴുത്. അനുശ്രീ വെരി ഗുഡ്. അനുശ്രീ എഴുതിയത് കാണിച്ചെന്നാ മിസ് നോക്കട്ടെ. നിഹാര പറഞ്ഞോണ്ട് എഴുതണേ. എഴുതിയാൽ മാത്രം വരാതെ ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് അറിയണം അല്ലേ? തനുസ് എഴുതുന്നില്ലേ? ദർശിത് എഴുതുന്നില്ലേ? ജുവൽ ഏഞ്ചൽ മരിയ TP ഏഞ്ചൽ മരിയ പ്രിൻസ് അനവർത്തിക്ക് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ദർശിത് വെരി ഗുഡ്. ദർശിത് രതീഷ് എഴുതിയിട്ടുണ്ട്. തനുസ് എഴുതി വെരി ഗുഡ്. രാ എഴുതിയോ? തനുസ് അടുത്ത അക്ഷരം എഴുതിയേ. ഏഞ്ചൽ മരിയ വെരി ഗുഡ്. ഓക്കെ. all of you mark your attendance. നെക്സ്റ്റ് ആരാ എഴുതിയേ? തനുസ് എഴുതി. രാ എഴുതി. നെക്സ്റ്റ് താ എഴുതിയത് മിസ്സേ. ജുവൽ എഴുതിയോ? ജുവല് വെരി ഗുഡ്. വൈഷ്ണവ്. അപ്പൊ നമ്മള് റാ രാ ന ത പ വ സ ല ള ന മ
വലിയ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടേ, മറന്നു പോകരുതേ, പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ചില്ലക്ഷരങ്ങളില് ഈർ, ഇൻ, ഇൽ, ഇൻ, ഇനി ഇള്ളു പഠിക്കണം അല്ലേ. ബാക്കിയൊക്കെ എന്താണ്? റാ എഴുതി മുകളിലോട്ടാക്കി, ഞാൻ എഴുതി മുകളിലോട്ടാക്കി. വെരി ഗുഡ്. ദക്ഷിണ ഓക്കെ. വൈഷ്ണവ് കെപ്പി വെരി ഗുഡ്. നിവേദിത് വെരി ഗുഡ്. നിഹാര വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. തനുസ് വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ടോ? യാൻദേവ്, ഏഞ്ചൽ മരി എഴുതി. ഇറ്, ഇല്ല, ഇന്ന്, ഇന്ന്. ഓക്കെ, അപ്പൊ വേഗം എഴുതും മക്കളെ. ഓക്കെ, യാൻദേവേ വെരി ഗുഡ്. വൈഷ്ണവേ വെരി ഗുഡ്. അമാൻ എഴുതിയ അമാനെ, വൃത്തി, നല്ല വൃത്തി എഴുതിയ അമാനെ. ജുവലെ അമാൻ വൃത്തി എഴുതിയേ. ഹിസ എഴുതിയോ? ഹിസ. പിന്നെ ആരാ? ഏഞ്ചൽ മരിയ, ടി പി, ഈവ തെരേസ്, ദക്ഷിതം, സന്ദീപ് എഴുതിയ. ദക്ഷിത, ഡിയോൺ എഴുത്. അനുശ്രീ, ദർശിത്ത്, എല്ലാ മക്കളും എഴുതിയ വേഗം വേഗം. എഴുതിയിട്ടുണ്ട് ഇവിടെ. വെരി ഗുഡ്. ഏഞ്ചൽ എഴുതിയിട്ടുണ്ട്. ഏഞ്ചൽ മരിയ. നിഹാര എഴുതി. വെരി ഗുഡ്. അത് പറയാനും പഠിക്കണേ കേട്ടോ നിഹാര. ഓരോ അക്ഷരങ്ങളും ഇന്നതാണെന്ന് അറിയണേ. റാ പറഞ്ഞോണ്ട് എഴുതണം. ഓക്കെ. ആ ദക്ഷിണ വെരി ഗുഡ്. നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് ഈ ചില്ലക്ഷരങ്ങളിൽ ഒറ്റ ഒന്നുകൂടി പഠിക്കാനുണ്ട്. നോക്കാം നമുക്ക് പറ്റൂന്നല്ലേ. ഏതാണ് ലാസ്റ്റ് വൺ? ഇല്ലാണ് നമുക്ക് പഠിക്കേണ്ടത്. എങ്ങനെയാന്ന് നോക്കിയേ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെയാ നോക്കിയേ. ദാ മിസ് ഇവിടെ ഇങ്ങനെ എടുത്തു. യു ഇംഗ്ലീഷിൽ യു എഴുതുപോലെ ഇങ്ങനെ എഴുതി. എന്നിട്ട് ഇങ്ങനെ താഴോട്ട് വെച്ചു. എന്നിട്ടോ ഉള്ളും മുകളിലേക്ക് വെച്ചു. ഓക്കെ അല്ലേ? കിട്ടിയോ നോക്കിയേ എല്ലാവർക്കും? കിട്ടിയോ? വെരി ഗുഡ്. ദക്ഷിണൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ടോട്ടൽ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് ചില്ലക്ഷരങ്ങൾ? ഇന്നല്ല. ഈർ ഫസ്റ്റ് വൺ ഈർ. നെക്സ്റ്റ് താഴെഴുതി മേലോട്ടിട്ടു. നെക്സ്റ്റ് നാ എഴുതി ഉള്ളോട്ട് വെച്ചു. നെക്സ്റ്റ് നാ എഴുതി മുകളിലോട്ടാക്കി. അടുത്ത് എന്ത് ചെയ്തു? ലാസ്റ്റ് വൺ. അതൊക്കെ നമുക്ക് എളുപ്പമാണ് അല്ലേ? നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ തന്നെ. ഇത് മാത്രമല്ല അല്ലേ? എങ്ങനെ എഴുതി? ഇതാ ഇവിടെ നിർത്തു. യു എഴുതുമ്പോൾ എഴുതി ഇംഗ്ലീഷ്. അവിടെ എത്തിയിട്ടുണ്ടാവില്ല അല്ലെ യൂര്യങ്ങള്. പിന്നെ ഇന്ന്. ഓക്കെ, ഇപ്പൊ എത്ര സ്റ്റെപ്പായി? ഇതാ ഇവിടുന്ന് ആദ്യത്തത് ഇങ്ങനെ, നെക്സ്റ്റ് താഴോട്ട്, നെക്സ്റ്റ് മുകളിലോട്ട്. പഠിച്ചോ? അപ്പൊ ചില്ലക്ഷരങ്ങൾ മുഴുവനായി കേട്ടോ. മലയാളത്തിലെ 5 ചില്ലക്ഷരങ്ങളുമായി. 5 ഇൽ, ഇൻ, ഇൻ, ഇൽ. ഓക്കെ, മറന്നു പോവോ? മറന്നു പോവോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സമീപം കഴിയും. എല്ലാ മക്കളും എഴുതി എഴുതി പഠിക്കണേ. അക്ഷരദീപത്തിൽ എഴുതുന്നുണ്ടോ? അക്ഷരദീപത്തിൽ എഴുതുന്നുണ്ടോ? ഉണ്ടല്ലേ. അക്ഷരദീപം എഴുതണം. ചൂലൈൻ ബുക്കിലും എഴുതണം കേട്ടോ മക്കളെ. ഈ പഠിച്ച കാര്യങ്ങൾ നല്ലതുപോലെ സ്ലേറ്റിൽ എഴുതിയിട്ട് പഠിച്ചതിന് ശേഷം അതിലെഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ബൈ ബൈ. See you. Thank you. Bye. Bye.